ഹായ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ അതിപ്പോൾ ഇവിടെ സംഭവം എന്ന്. എല്ലാവരും ഓരോരോ തിരക്കിലാണ്. ഡ്രസ്സ് മാറ്റുന്നു, ബാഗ് എടുത്ത് വെക്കുന്നു, വർത്താനം പറയണു. അതാ ഞങ്ങൾ റെഡിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ദേവു അതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോവാണ്. എവിടേക്കാണ് ദേവുവിനോട് പറഞ്ഞിട്ടില്ല. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അമ്മ. അമ്മയുടെ കയ്യിൽ ജെനി ഇരിക്കുന്നുണ്ട്. അവളിപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ആമി ഇപ്പം എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ദേവുവിൻ്റെ കൊച്ചനാണേ വണ്ടി ഓടിക്കുന്നത്. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇപ്പം എവിടേക്കാണ് നിങ്ങളെല്ലാവരും കൂടെ പോയിക്കൊണ്ടിരിക്കണതെന്ന്. ഞങ്ങൾ ഊട്ടി മൈസൂറും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ആ പോകുന്നതിന് ഒരു റീസൺ ഉണ്ട്. അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. ഇത്ര നേരമായിട്ട് ഞങ്ങൾ അമ്മേനെ വിഷ് ചെയ്തിട്ടില്ല കേട്ടോ. അമ്മ വിചാരിച്ചിട്ടുണ്ടാവും മറന്നു പോയിട്ടുണ്ടാവുമെന്ന്. പക്ഷേ ദേവു പറഞ്ഞു ദേവുവിനാണ് ആദ്യം വിഷ് ചെയ്യണം. അപ്പം ഞങ്ങളും വിചാരിച്ചു ദേവു വിഷ് ചെയ്തോട്ടെ എന്ന്. അപ്പം ഞങ്ങൾ അച്ഛമ്മയ്ക്ക് ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളെല്ലാവരും അപ്പം അമ്മേനെ വിഷൊക്കെ ചെയ്തു. അമ്മയ്ക്ക് നല്ല സന്തോഷമായി. ഇന്ന് നല്ല കോടയുണ്ട്, നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഊട്ടിക്ക് പോകുന്നത് നിലമ്പൂർ വഴി നാട് കാണിച്ചുരത്തിൽ കൂടെയാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ നിലമ്പൂർ എത്തിയിട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിലമ്പൂരിലെ തേക്കിൻകാടാണ്. അവിടെ ഇറങ്ങണമെന്ന് ദേവ് കുറച്ച് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ അടുത്ത് സമയം ഉണ്ടായിരുന്നില്ല ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങളൊന്ന് സ്ലോ ആക്കി അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പം നാടുകാണിയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടോ. ചെറുത്തുകൂടെ പോയിക്കൊണ്ടിരിക്കുമ്പം മക്കൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആനയുടെ പോസ്റ്ററൊക്കെ കണ്ടപ്പം ആന വരുമെന്ന് പറഞ്ഞപ്പം ദേവുവിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡായി. ആന ഇപ്പോൾ വരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവളാണെങ്കിൽ കുന്നും മലയും എല്ലാതും വീഡിയോസ് എടുത്തുകൊണ്ടേ നടക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് സമയമായല്ലോ. എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ട്. ദേവുവാണെങ്കിൽ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എവിടെയാണ് നിർത്തുകയെന്ന്. ചുരം ആയതുകൊണ്ട് എവിടെയും നിർത്താൻ വഴിയില്ലല്ലോ. അതുകൊണ്ട് ചുരം കയറിക്കഴിഞ്ഞ് ആദ്യം തന്നെ കണ്ട ഒരു സ്ഥലത്ത് ഞങ്ങൾ നിർത്തി. ശരിയാണ് കേട്ടോ. അവൾക്ക് ഇപ്പോഴും അറിയില്ല എവിടേക്കാണ് പോകുന്നതെന്ന്. അപ്പം ഞങ്ങൾ വേഗം പോയി ഭക്ഷണം കഴിക്കാൻ. അവൾ വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഫോൺ എടുത്തിട്ട് ഇറങ്ങി. ഞാൻ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച ഞാൻ കണ്ടു. ഞാൻ ചിലപ്പോൾ കാണിച്ചു തരാം. അതിന് നല്ല പേടിയാണ്. ഇത് ചെസ്സിൻ്റെ ഭാഗമാണ്. പിന്നെ ഇതാ ക്യാരം. ഇത് നല്ല സ്പോട്ട് കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇതാണ് ഗായ്സ് ഞാൻ പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ സ്പോട്ട്. ഗോൾഡ് ഫിഷാണ്. ഇവിടെയൊക്കെ ഓടി കളിക്കുന്നുണ്ട്. അതൊക്കെ വെള്ളച്ചാട്ടം പോലെ വരുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഈ ഗോൾഡ് ഫിഷ് എല്ലാം കൂടിയിട്ട് ഓടി വന്നതാണ്. ജെനിയും അച്ഛനൊക്കെ മീനിന് ഫുഡ് കൊടുക്കുന്നത് കണ്ടപ്പം അവൾ വ്ളോഗിങ് നിർത്തിയിട്ട് അവൾ പോയി. കുറച്ച് അമ്മിക്കുണ്ട്. അമ്മി കൊടുക്കുക. വീടല്ലേ
ആമയ്ക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് വരുന്നേ ഉണ്ടായിരുന്നില്ല, അവിടെ തന്നെ നിന്ന് കളിക്കായിരുന്നു. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയത് വെറും ഒരു റെസ്റ്റോറൻറ്റിലേക്കല്ല കേട്ടോ, അതൊരു റിസോർട്ടാണേ. മിസ്റ്റി ഗ്രൂ എന്നാണ് അതിൻ്റെ പേര്. നാടുകാണി കഴിഞ്ഞ ഉടൻ തന്നെയാണ് അത് വരുന്നത്. അവിടെ നല്ല ആംബിയൻസ് ആണ്. മോള് നേരത്തെ പറഞ്ഞില്ലേ, നല്ല രസമുണ്ട് അവിടെ കാണാനും. ഭക്ഷണമാണെങ്കിലും നന്നായിട്ടുണ്ട്. ദൈവവും വിളിച്ചിട്ട് വരുന്നില്ല, ആമയും വിളിച്ചിട്ട് വരുന്നില്ല. രണ്ടുപേരും നല്ല കളി. അവസാനം പൊക്കിയെടുത്ത് വണ്ടിയിലിടാൻ തന്നെ വിചാരിച്ചു. അവർ കളിക്കുന്നത് കണ്ടിട്ട് വെള്ളത്തിൽ കളിക്കല്ലേ എന്നും പറഞ്ഞിട്ട് അതാ അമ്മയും വന്നു. ജെനിയാണെങ്കിലോ അക്വേറിയത്തിലെ കുഞ്ഞു മീൻ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇവിടുത്തെ വലിയ മീൻ കണ്ട് അവളെ എക്സൈറ്റഡ് ആയിട്ട് അത് നോക്കിയിരിക്കുക. അച്ചമ്മ ചീത്ത പറഞ്ഞാൽ അവക്കെന്താ അല്ലേ. ആമയുടെ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവളെ അവിടുന്ന് പൊക്കിയെടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഇനി ഇവിടുന്ന് നേരെ ഊട്ടിക്ക്.